ഹാർ ഗയെ ഹാർ ഗയെ തനാശ ഹാർ ഗയെ. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ ജന്തർ മന്ദറിൽ ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ആഹ്ലാദം പങ്കിടുന്ന യുവജനതയുടെ കരങ്ങളിലെ ദേശീയ പതാകകൾ വാനിലുയർന്നു. രാജ്യത്തെ പ്രതിപക്ഷത്തിനും യുവജനതയ്ക്കും മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയതിൻ്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു. 36 ദിവസം നീണ്ട അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലെ സന്തോഷം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ASFI അടക്കം രാജ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും കരുത്തുറ്റ പോരാട്ട വീര്യത്തിൽ മുന്നേറിയ യുവത സ്വേച്ഛാധികാരികൾക്ക് മുന്നിൽ നേടിയ ആദ്യത്തെ വലിയ വിജയം. അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് ഔദാര്യമേ ലഭിച്ചതല്ല ഈ വിജയം, മറിച്ച് തെരുവുകളിൽ പൊരുതി നേടിയതാണെന്ന് സമരത്തിന് തുടക്കം കുറിച്ച CJP നേതാവ് അഭിജിത് ദീപ്കെ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തോളമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ സർക്കാരിൽ നിന്ന് ധാർമ്മികതയുടെ പേരിൽ പുറത്തുപോകുന്ന ആദ്യത്തെ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇത് ജനാധിപത്യത്തിന്റെ വലിയ വിജയം തന്നെയാണ്. വിജയത്തിൽ ആദ്യ ക്രെഡിറ്റ് യുവജനതയ്ക്കും അവരെ ആദ്യം സംഘടിപ്പിച്ച CJPക്കും തന്നെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പാറ്റകൾ എന്ന പരിഹാസത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കേവലം 3 മാസം മുമ്പ് ആരംഭിച്ച കോക്രോച്ച് ജനതാ പാർട്ടിക്ക് രാജ്യത്തെ യുവജനതയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഏറ്റെടുക്കാനും അധികാരികളുടെ ധാർഷ്ട്യത്തെ മുട്ടുകുത്തിക്കാനും സാധിച്ചത് അഭിനന്ദനീയം തന്നെയാണ്. അരാഷ്ട്രീയ രൂപത്തിൽ തുടങ്ങിയ സമരത്തിന് പിന്തുണയുമായി എത്തി ദിശാബോധം പകർന്ന് AISF, AIYF, SFI, AISA തുടങ്ങിയ സംഘടനകളുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും പ്രക്ഷോഭത്തെ ദേശീയ ശ്രദ്ധയിലെത്തിച്ചു. ഏറ്റവും ഒടുവിലാണെങ്കിലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമരത്തെ പിന്തുണച്ചെത്തി. ജനാധിപത്യത്തിന്റെ ഈ ഐക്യമാണ് ധാർഷ്ട്യത്തിന്റെ അധികാര രൂപമായ മോദി സർക്കാരിലെ വമ്പനെ പുറത്താക്കുന്നതിന് കാരണമായത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് പ്രതിപക്ഷത്തെയും ജനങ്ങളെയും നിരന്തരം വെല്ലുവിളിച്ചു പോന്നിരുന്ന മോദി സർക്കാരിന്റെ കീഴടങ്ങലാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ കുതന്ത്രങ്ങൾ കൊണ്ട് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളവരാണ് മോദി സംഘം. നിലവിലെ പിന്മടക്കത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ നമ്മൾ കരുതിയിരിക്കണം. മന്ത്രിയുടെ രാജിയിൽ തീരുന്നതല്ല യുവാക്കൾ ഉയർത്തിയ ആവശ്യങ്ങൾ. അവ പാലിക്കാമെന്ന് സർക്കാർ വാക്ക് നൽകിയിട്ടുണ്ടെന്നത് വാസ്തവമാണ്. പക്ഷേ മുൻകാല അനുഭവങ്ങൾ വെച്ച് മോഡി ഭരണകൂടത്തിൽ നിന്ന് സത്യസന്ധമായ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. ഡൽഹിയെ ഇളക്കിമറിച്ച മറ്റൊരു സമരവും പ്രധാനമന്ത്രിയുടെ ഉറപ്പും രാജ്യത്തിന് മുന്നിലുണ്ട്. 2020 സെപ്റ്റംബർ 2ാം പകുതിയിൽ കോവിഡിന്റെ മറവിൽ പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക കരിനിയമങ്ങൾക്കെതിരെ 1 വർഷം നീണ്ട കർഷക സമരം. നവംബർ മുതൽ പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ തുടർച്ചയായ പ്രതിഷേധങ്ങൾ നടത്തി. ഗത്യന്തരമില്ലാതെ 2021 നവംബർ 19 ഒരു ടെലിവിഷൻ പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 കാർഷിക നിയമങ്ങളും റദ്ദാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഡിസംബറിൽ കർഷക പ്രതിഷേധം അവസാനിപ്പിച്ചു. എന്നാൽ 5 വർഷത്തോളമായിട്ടും നൽകിയ ഉറപ്പുകളിൽ ഒന്നുപോലും പാലിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. കർഷകർ ഇപ്പോഴും സമരമുഖത്തുണ്ട്. വിദ്യാർത്ഥി യുവജന സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത രാജ്യത്തെ പ്രതിപക്ഷത്തിനുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. CJP നടത്തിയ സത്സംഗ് ചലാവ് പ്രതിഷേധത്തിനിടെ പോലീസ് നടപടിയിൽ ഗുരുതരമായി പരുക്കേറ്റ 21 വയസ്സുകാരി വെന്റിലേറ്റർ സഹായത്തോടെ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ നിലയിലെ സ്ഥിതി എന്താണെന്ന് അറിയാൻ രാജ്യം ആഗ്രഹിക്കുന്നു. പോലീസിന്റെ പല്ലൻ ആക്രമണത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും ചോദ്യചിഹ്നമാണ്. പ്രതിഷേധ വേദിക്ക് സമീപം ഡൽഹി പോലീസ് സ്ഥാപിച്ച കൃത്രിമ ബുദ്ധി അധിഷ്ഠിത മുഖം തിരിച്ചറിയൽ സംവിധാനത്തെക്കുറിച്ച് ഗുരുതരമായ ആരോപണം വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്നു. ഇക്ഷണ എന്ന പ്രത്യേക നിരീക്ഷണ വാഹനത്തിലാണ് ഈ സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. പൊതുവായ ഡാറ്റ സംവരണ നയമോ ദൃശ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള സമയപരിധിയോ ഇല്ലാത്ത സംവിധാനം സ്വകാര്യത, സുതാര്യത, ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ്. ഭാവിയിൽ അന്വേഷണങ്ങൾക്കോ നിയമ നടപടികൾക്കോ ആവശ്യമായി വരുമെങ്കിൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കുമെന്നതാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ വിശദീകരണം. ഇത് ഭാവിയിൽ പോലീസ് തങ്ങൾക്കെതിരെ ഉപയോഗപ്പെടുത്തുമോ എന്ന സമരക്കാരുടെ ഭയം അസ്ഥാനത്തല്ല. രാജിവെച്ചതിനു ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ സംരക്ഷകരായ അമിത് ഷായും നരേന്ദ്രമോദിയും വരെ നടത്തിയ പ്രസ്താവനകളും സൂക്ഷ്മമായി വിലയിരുത്തണം. പ്രതിഷേധക്കാരെ ഉപയോഗപ്പെടുത്തി രാജ്യത്തെ ഭിന്നിപ്പിക്കാതിരിക്കാനാണ് സ്ഥാനമൊഴിയുന്നത് എന്നാണ് അവരുടെ പ്രസ്താവനകൾ. അതായത് യുവാക്കൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതായി സമ്മതിക്കുന്നില്ല. ഇത്തരക്കാരിൽ നിന്ന് ധാർമ്മികമായ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാനാകില്ല. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ നിതാന്ത ജാഗ്രത പുലർത്തുക തന്നെ വേണം.